നമസ്കാരം. അജ്മലിന്റെ theborderofamind.com വെബ്സൈറ്റിലെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, ഈ theborderofamind.com എന്നത് അജ്മലിന്റെ ഒരു പേഴ്സണൽ സ്പേസ് ആണ്. നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു ജിജ്ഞാസ, അത്ഭുതം, അതൊക്കെ കണ്ടെത്താനും പങ്കുവെക്കാനുമുള്ള ഒരിടം. അതെ, അദ്ദേഹത്തിന്റെ ചിന്തകള്, പിന്നെ എഴുത്തുകള്, കല, അങ്ങനെ പലതും അവിടെ കാണാം. ഇന്ന് നമ്മൾ നോക്കുന്നത് അജ്മൽ എഴുതിയ ദ ത്രൈവേഴ്സ് മൈൻഡ് എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്. ഇതിൽ പറയുന്ന ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം വേണം, അല്ലേ? പക്ഷെ അതേസമയം തന്നെ ആ ഒരു കംഫർട്ട് സോൺ വിട്ട് പുറത്തു കിടക്കാനും വളരാനും ഒരു തോന്നലുണ്ടാവും. ആ ഒരു ടെൻഷൻ രണ്ടിനും ഇടയിലുള്ള, അതെ, ആ ഒരു പിരിമുറുക്കം, അതിനെക്കുറിച്ചാണ് അജ്മൽ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇതില്? ശരി, അജ്മലിന് പ്രധാനമായിട്ടും പറയുന്നത് ഈ മാറ്റം വരുമല്ലോ, അതിന് നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് കാര്യം. ഒന്നുകിൽ നമുക്കതിനെ തടുക്കാൻ നോക്കാം, ചെറുത്തു നിൽക്കാൻ ശ്രമിക്കാം, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഒഴുക്കിനൊപ്പം പോകാൻ ശ്രമിക്കാം. അജ്മൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാറ്റം എന്തായാലും ഉണ്ടാവും. അതിനെതിരെ ഇങ്ങനെ പൊരുതുന്നത് അത് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ വേദന കൂട്ടും. ശരിയാണ്. അതേസമയം ആ അനിശ്ചിതത്വം, മാറ്റം, അതിനെയൊക്കെ ഒന്ന് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ അത് വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കും. പുതിയ തിരിച്ചറിവുകൾ കിട്ടും. പക്ഷേ ഈ മാറ്റത്തിന്റെ സമയങ്ങൾ അത്ര എളുപ്പമുള്ള ഒന്നല്ലല്ലോ. ചിലപ്പോ ഒരു ലക്ഷ്യവുമില്ലാതെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാതെ അലിയുന്ന പോലെ തോന്നും. അതെ, വേരുകളൊക്കെ നഷ്ടപ്പെട്ട പോലെ, പഴയതൊക്കെ വിട്ടുപോകുമോ, ഒരു ശൂന്യത പോലെയൊക്കെ തോന്നാം. നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇതിനെ അജ്മൽ എങ്ങനെ കാണുന്നേ? ഘട്ടമെന്ന് പറയും, ക്രിസ്താലിസ് സ്റ്റേജ്, പ്യൂപ്പ ഘട്ടം. അതെ, അതായത് ഒരു പുഴു പൂമ്പാറ്റിയാകുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയില്ലേ? പുറമേന്ന് നോക്കുമ്പോ ഒരനക്കവുമില്ല, ഉള്ളിൽ പക്ഷേ വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ടാവും. അതൊരു ഇരുണ്ട കാലമായിരിക്കാം, അനിശ്ചിതമായ ഒന്നായിരിക്കാം. പക്ഷെ അത് അത്യാവശ്യമാണ് ആ ഒരു പരിവർത്തനത്തിന്, പുനർജന്മത്തിന് മുമ്പുള്ള ഒരു സ്റ്റേജ്. അത് തന്നെ. ആ ഒരു ഘട്ടത്തിലെ അസ്വസ്ഥതകൾ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതിനെ അംഗീകരിക്കണം എന്നാണ് അജ്മൽ പറയുന്നത്. ആ പ്യൂപ്പ ഘട്ടം എന്ന ആശയം കൊള്ളാം. അപ്പോ ഈ അനിശ്ചിതത്വത്തെയും മാറ്റത്തെയും ഇങ്ങനെ സ്വീകരിച്ചാൽ അത് നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുക എന്നാണ് അജ്മൽ പറയുന്നത്? അതാണ് അടുത്ത പോയിന്റ്. അജ്മലിന്റെ ഒരു വലിയ ചിത്രം നോക്കുകയാണെങ്കിൽ, ഈ മാറ്റത്തിന്റെ അനിശ്ചിതത്വത്തിന്റെ ഒഴുക്കിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ ആധികാരികമായ, കൂടുതൽ ഓത്തന്റിക്കായ ഒരു ജീവിതത്തിലേക്ക് നയിക്കും. ലക്ഷ്യബോധമുള്ള ഒന്നിലേക്ക്. ലക്ഷ്യബോധമുള്ള ജീവിതം. അതെ. തുടക്കത്തിൽ പേടിയൊക്കെ തോന്നും, പക്ഷേ അതിനൊരു സാഹസിക യാത്രയായിട്ട് കാണാൻ ശ്രമിക്കണം. ഓരോ അവസാനം എന്ന് പറയുന്നത് ശരിക്കും പുതിയൊരു തുടക്കമാണ്. ഓരോ തകർച്ചയും പുതിയെന്തെങ്കിലും ഉണ്ടാകാനുള്ളൊരു അവസരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ആ വീരോചിതമായ യാത്രയെ ആശ്ലേഷിക്കുക എന്ന്. എംബ്രേസ് ദ ഹീറോയിക് ജേർണി. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ, ഈ മാറ്റം, അനിശ്ചിതത്വം, ഇതിനോടുള്ള നമ്മുടെ ഒരു മനോഭാവം മാറ്റണം. അതിനെ ഒരു ശത്രുവായിട്ടല്ല, മറിച്ച് വളരാനുള്ളൊരു ടൂളായിട്ട് കാണണം. അതാണോ ഈ ത്രൈവേഴ്സ് മൈൻഡ് എന്ന് പറയുന്നത്? വെറുതെ അതിജീവിക്കുക എന്നതിനപ്പുറം. അതെ, ത്രൈവർ. വെല്ലുവിളികൾ വരുമ്പോ അതിൽ തളർന്നു പോകാതെ അതിനെ വളർച്ചയ്ക്കുള്ള പടവുകളാക്കി മാറ്റുന്ന ഒരു മനസ്സ്, അതുതന്നെയാണ്. തീർച്ചയായും അജ്മൽ പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കും. ശരിക്കും ഇതൊരു പ്രധാന ചോദ്യം നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് ഇപ്പോ കാണുന്നത്? ആ ഒരു അനിശ്ചിതത്വം വരുമ്പോൾ ആ പ്യൂപ്പ ഘട്ടങ്ങളെ നിങ്ങൾ പേടിയോടെയാണോ നോക്കുന്നത്? അതോ ഇതിലൊരു സാധ്യതയുണ്ട്, വളരാനൊരു അവസരമുണ്ട് എന്ന രീതിയിലാണോ? വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോ ഈ ത്രൈവേഴ്സ് മൈൻഡ് എന്ന ലേഖനം മുഴുവനായി വായിക്കാനും അജ്മലിന്റെ മറ്റു ചിന്തകളും കലകളുമൊക്കെ കാണാനും theborderofamind.com സന്ദർശിക്കാൻ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതൊരു നല്ല അനുഭവമായിരിക്കും. ആ വെബ്സൈറ്റ് ജിജ്ഞാസയ്ക്കും അത്ഭുതത്തിനുമുള്ള ഒരിടം കൂടിയാണെന്ന് ഓർക്കുക. പിന്നെ ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത ചില പോഡ്കാസ്റ്റുകളും അവിടെ ലഭ്യമാണ്. അതും കേൾക്കാവുന്നതാണ്. ശരിയാണ്. അപ്പോ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളുമായി ഞങ്ങൾ വീണ്ടും വരാം. തീർച്ചയായും. അടുത്ത ചർച്ചയ്ക്കായി കാത്തിരിക്കുക. നന്ദി.